നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ, രാത്രി. ഞങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ചതയ പ്രാർത്ഥന. ഞങ്ങൾക്ക് ഇവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്, സാരഥി എന്ന് പറഞ്ഞിട്ട് SNDPയുടെ അസോസിയേഷനാണ്. അപ്പോൾ അതിൻ്റെ ചതയ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ ചേർന്നിന്ന്. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ പോയി എല്ലാം റെഡിയൊക്കെ ആക്കിയിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഇൻട്രോ എടുക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ നടത്തിയ പ്രിപ്പറേഷൻസും നമ്മുടെ ഗസ്റ്റിന് നമ്മൾ കൊടുത്ത ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. കുറച്ചൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ഫുഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു കറിയും ഒരു പായസവും മാത്രം. പിന്നെ ബാക്കി നമ്മൾ പുറത്തുനിന്ന് പറയാം കേട്ടോ, ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പീൽ ചെയ്തെടുക്കുകയാണേ. നമുക്കിനി ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിൽ പാലൊഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് പായസത്തിന് വേണ്ടിയിട്ട്. പായസത്തിൻ്റെ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പായസത്തിൻ്റെ മിക്സ് യൂസ് ചെയ്യണേ. നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്, സേമിയയുടെ മിക്സാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സ്റ്റൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടി കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് സോട്ടേ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു, നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടി നെയ്യിൽ വറുക്കുകയാണേ. ഈ പായസത്തിലൊക്കെ വറുത്തിടുമ്പോഴുള്ള നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സൗണ്ടില്ലേ, അത് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ബീൻസ്, സവോള എല്ലാം ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. കൂടെ നമ്മൾ മട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മട്ടറിന് വലിയ വേവിയൊന്നും ഇല്ലാത്ത കാരണം ഇതിൽ ഇങ്ങനെ വഴറ്റുമ്പോഴത്തേക്കിനും ചേർത്താൽ മതി. അപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി ഹാളൊക്കെ ഒന്ന് നീറ്റാക്കുമായിരുന്നു കേട്ടോ. സെറ്റിയൊക്കെ ഒന്ന് പിടിച്ച് പുറത്തിടുമായിരുന്നു. ബിക്കോസ് നമ്മൾ താഴ്ത്തിരുന്നാണ് പ്രെയറൊക്കെ ചൊല്ലുന്നത്, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ മിക്സിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, സ്റ്റാർ അനീസ്, ഏലയ്ക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സോട്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസിലോട്ട് ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസും ഒന്ന് വറുത്ത് ചേർക്കണം. അപ്പോഴേക്കും നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്റ്റൂ റെഡിയായേ. നമ്മുടെ ലിറ്റിൽ ചാംസ് ഇവിടെ പൂവൊക്കെ ഉതിർത്തിടാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോഴേക്കും ഞാൻ വിളക്കൊക്കെ റെഡിയാക്കി, ഞാൻ എൻ്റെ കുഞ്ഞാവേയും കൂടി ഗുരുദേവൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. ആൾക്കാർ വന്നു, എല്ലാം റെഡിയാക്കി, പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വ്ലോഗ്. പ്രാർത്ഥനയുടെ പ്രിപ്പറേഷൻസും അതിൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോ ക്ലിപ്സൊന്നും പ്രാർത്ഥനയായിട്ട് എടുക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ പ്രൈവസിയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. See you good souls in the next video. Bye. Good night.
share and like our video. If you like it, subscribe also. Thank you. Bye.